മഴക്കാല രാത്രിയായിരുന്നു. യുവൻ അർജുൻ നഗരത്തിന്റെ അതിരുകടന്ന ഒരു പഴയ ഓക്വുഡ് മാൻഷനിൽ ചിരപരിചിതമായ സാഹസികയാത്രയ്ക്ക് പോയത്. വർഷങ്ങളായി ആളുകളില്ലാത്ത ഈ ഭവനത്തിൽ പഴയ ഉടമ അനാച്ഛാദിതമായി കണ്ടില്ലാതായി. നാട്ടുകാർ പറയുന്നത് അവന്റെ ആത്മാവ് ഇപ്പോഴും ഇമ്മത്തിൽ നിൽക്കുകയാണെന്ന്. അർജുൻ ഒരു ഫ്ലാഷ് ലൈറ്റ് എടുത്ത് ബാഗ് എടുത്ത് ഭീതിയെ പൂർണ്ണമായും അവഗണിച്ച് വീട്ടിൽ പ്രവേശിച്ചു. അന്തരീക്ഷം പുടുപ്പിലായ പൊടിയും പഴുകിയ മരത്തിന്റെ ഗന്ധവും നിറഞ്ഞിരുന്നു. ആഴത്തിൽ കയറിയപ്പോഴാണ് അദ്ദേഹത്തിന് ഒരു വലിയ പടികൂട് കാണാൻ സാധിച്ചത്. പടികളുടെ വാതിലുകൾ പുഴുങ്ങിയിരുന്നു, ഓരോ ചുവടും അടിക്കുമ്പോൾ ഇടപാടുകൾ ചെയ്യുകയായിരുന്നു. മുകളിൽ എത്തിച്ചപ്പോൾ ഒരു നീളം ഹോൾവേ ഇരുണ്ടതായി മാറി. ഫ്ലാഷ് ലൈറ്റ് കിളിർന്നു, അവസാനം ഒരു നിഴൽ സഞ്ചരിക്കുന്നതായി തോന്നി. അവൻ നിശബ്ദമായി നിന്നു. വായു തണുത്തു, മൃദുവായ ഫിസുക്കളെ കേട്ടു, അവർ അങ്ങനെ വിളിക്കുന്നതുപോലെ, അവന്റെ പേരിൽ വിളിക്കുന്നതുപോലെ. അവസാന മുറിയിലേക്ക് അടുത്തു പോവുമ്പോൾ വാതിൽ അല്പം തുറന്നിരുന്നു. ഡസ്റ്റി സ്റ്റഡി കാണിച്ചു. ഡെസ്കിൽ ഒരു പഴയ ജേണൽ. അത് എടുത്തു വായിക്കുമ്പോൾ അവസാന എൻട്രി അവനെ ഞെട്ടിച്ചു. രാത്രിയിൽ അവർ കേൾക്കുന്നു, കണ്ണുകൾ നോക്കുന്നു. ഞാൻ പോകാൻ കഴിയില്ല, അവർ പോകാൻ കഴിയില്ല. ചാനക്. ഫിസുകൾക്കുള്ള വിസ്പേഴ്സ് ഉയർന്നു, അവർ പറയുന്നത് പോലെ. ഫ്ലാഷ് ലൈറ്റ് ചലിച്ചില്ല, ഇരുണ്ടതിൽ അടഞ്ഞു. അർജുൻ ഒരു തണുത്ത കൈ അനുഭവിച്ചു. അത് അവന്റെ കഴുത്തിൽ സ്പർശിച്ചു. ഒരു ശബ്ദം പറഞ്ഞു, ഇവിടെ നിന്നു വിടില്ല. നിങ്ങൾക്കും ഞാനും ഒരുമിച്ചു പോകണം.